എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു മിഥ്യാധാരണ പടർന്നു പിടിച്ചു. ഗവൺമെൻറ് ജോലി മാത്രമാണ് ശാശ്വതം, ബാക്കിയുള്ളതൊന്നും ശാശ്വതമല്ല. അതിൻ്റെ ഫലമായിട്ട് പല മേഖലകളിലും തൊഴിൽ പ്രശ്നങ്ങളുണ്ടായി. അതായത് ഇപ്പോൾ കൃഷിപ്പണി നടത്താനായിട്ട് ആൾക്കാർ, കൃഷിപ്പണി എന്ന് പറഞ്ഞാൽ ഒരു മോശം പണിയാണ്, അതൊരു കർഷകനൊക്കെ ഒരു പാവപ്പെട്ടവർ എന്നുള്ള നിലയ്ക്ക് വന്നു. അതുപോലെ തന്നെ ഇപ്പോൾ തെങ്ങ് കയറ്റം, അതുപോലെ കള്ള് ചെത്ത്, അങ്ങനെ നിരവധി ആശാരിപ്പണി, അതുപോലെ നിരവധി പണികളെല്ലാം നമ്മൾ എന്ത് ചെയ്തു, മോശപ്പെട്ട പണി, അതായത് വെയിറ്റില്ല, അതെല്ലാം ഒരു സുഖമില്ലാത്ത പണി, അങ്ങനെ തെറ്റായ മിഥ്യാധാരണകൾ വഴി നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയി. നമ്മൾ ഏത് തൊഴിലെടുത്താലും അത് ഒരു മാന്യതയുണ്ട് എന്ന് സങ്കല്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. ആർക്കാണ് പ്രശ്നം? കക്കാനൊന്നും പോകുന്നില്ലല്ലോ. നമ്മൾ മാന്യമായിട്ട് ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നു. ഓരോന്നിനും അതിൻ്റേതായ മാന്യതയുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ജോലിക്ക് മാത്രമല്ല മാന്യത. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അത് സമൂഹത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ ഒരു മാഷ് ഇതിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ മാഷേ എന്നിട്ട് വിളിക്കും. എന്നാൽ ഒരു പെയിൻറ്റ് പണിക്കാരൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു സിമെൻറ്റ് പണിക്കാരൻ വന്നു കഴിഞ്ഞാൽ റെസ്പെക്റ്റ് ചെയ്യില്ല എന്നൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം വരുന്നത്. അല്ലെങ്കിൽ ഒരു ബാങ്ക് ജീവനക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേക സമൂഹത്തിലൊരു ഇത്. പക്ഷേ ആ ധാരണകളൊക്കെ തെറ്റാണ്. എല്ലാവരും ഒരു രാജ്യത്തിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബാങ്ക് പണിക്കാരനായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ടീച്ചറായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പെയിൻറ്ററോ അല്ലെങ്കിൽ മേശൻ എന്ന് പറയുന്നത് സിമെൻറ്റ് പണിക്കാരൻ, കൽപ്പണിക്കാരൻ, ഇവരെല്ലാം രാജ്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അവരാണ് ഇപ്പോൾ ഒരു ടീച്ചർക്ക് വന്ന് ഒരു വീട് പണിയാനൊന്നും പറ്റില്ല, അതിന് കൽപ്പണിക്കാരൻ തന്നെ വേണം. അതുപോലെ ആശാരി പണിക്ക് ആശാരി തന്നെ വേണം. അതുപോലെ തെങ്ങ് കയറാൻ ടീച്ചർക്ക് പറ്റുമോ? ബാങ്ക് ജീവനക്കാർ പറ്റുമോ? ഇല്ല. അപ്പോൾ എല്ലാറ്റിനും അതിൻ്റെതായ ആൾക്കാരുണ്ട്, അവർ തന്നെ അത് ചെയ്യണം. അത് ചെയ്യാണ്ട് വരുമ്പോൾ സമൂഹത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തൊഴിലിനെ മാനിക്കുക, അതാണ് മെയിനായിട്ട് വേണ്ടത്. അവനവന് മതിപ്പ് വേണം. ആ തൊഴിൽ ഭംഗിയായിട്ട് ചെയ്ത് അന്യർക്ക് അതിനോട് മതിപ്പ് തോന്നിപ്പിക്കണം. ആ തൊഴിലിനെ നമ്മൾ മാനിക്കണം, അതിനെ ബഹുമാനിക്കണം. പിന്നെ അതൊക്കെ വേണം. അതാണ് തൊഴിൽ എന്ന് പറയുന്നത്. അന്നമാണ്. തീർച്ചയായിട്ടും. അല്ല, അതിനെ ബഹുമാനിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. തൊഴിൽ ചെയ്യാത്തവർക്ക് ഇന്നും ദാരിദ്ര്യമാണല്ലോ. എന്തിനു കൂടുതലായിട്ട് പറയുന്നത്? ഏറിയ കൂറും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെല്ലാം അവരുടെ സ്വന്തം തൊഴിൽ മുടക്കിയിരിക്കുകയോ സ്വന്തം തൊഴിലിന് പോകാത്തവരോ ഒക്കെ ആയിരിക്കും. അല്ലാത്തവർക്കൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു തൊഴിൽ മുടങ്ങിയാൽ മറ്റൊരു തൊഴിൽ തേടണം. ഇപ്പോൾ ഒരു വളരെ ഒഴുകുന്ന ഒരു നദി ഒന്ന് തടസ്സപ്പെടുത്തി എന്ന് വെച്ചാൽ ഈ തടസ്സം മാറ്റാനുള്ള 1000 വഴികൾ ഈ നദി ചിന്തിക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു വഴിയെ കൂടെ അത് കടലിൽ തന്നെ എന്ന് ചേരും. അതിൻ്റെ ലക്ഷ്യം എന്തോ കടലിൽ ചേരുന്നത്. നമ്മുടെ ലക്ഷ്യം എന്തോ ദാരിദ്ര്യം അനുഭവിക്കാതിരിക്കുക. അതിന് ഒരു തൊഴിലില്ലെങ്കിൽ മറ്റൊരു തൊഴിൽ. ഇവിടെ താഴേക്കടലുള്ള പണിയൊക്കെ മ്ലേച്ഛമായ പണിയാണ് എന്ന് ചിലർ പറഞ്ഞു വരുത്തിയതാണ്. ഇപ്പം അലക്കുകാരൻ്റെ പണിയും അല്ലെങ്കിൽ ബാർബർ ഷാപ്പും അല്ലെങ്കിൽ നമ്മുടെ മുഖം ക്ഷവരം ചെയ്യുന്ന സഹോദരന്മാരും ഒക്കെ അന്തസ്സുള്ള പണി തന്നെയാണ്. അവനവൻ ചെയ്യുന്ന തൊഴിലിനെ കുറിച്ച് അവനവന് മതിപ്പ് വേണം. ആ തൊഴിൽ ഭംഗി